നമസ്കാരം, സിറ്റിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. അഗ്രിമ ഫെസ്റ്റ് 2012 കാർഷിക മേള പിറവത്ത് നടന്നു. കോൺഗ്രസിന്റെ 128ാമത് ജന്മദിനം പൊടി പിയാത്ത ഭവനിൽ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. NCP രാഷ്ട്രീയ വിശദീകരണ യോഗം വെള്ളൂർ HNL പമ്പ് ഹൌസിൽ നടന്നു. കവേലപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപന കർമ്മം MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അഗ്രിമ ഫെസ്റ്റ് 2012 കാർഷിക മേള പിറവത്ത് വെച്ച് നടന്നു. പാലാ രൂപതയുടെ സാമൂഹിക ക്ഷേമ വിഭാഗമായ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇലഞ്ഞി മേഖലയിലെ സ്വാശ്രയ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ പിറവം തിരുമാറാടി ഗ്രാമപഞ്ചായത്തുകളുടെയും വിവിധ സർക്കാരിതര ഏജൻസികളുടെയും സഹകരണത്തോടെയാണ് അഗ്രിമ ഫെസ്റ്റ് 2012 എന്ന പേരിൽ കാർഷിക മേളയും പ്രദർശനവും പിറവം മാം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. ഭാരത കത്തോലിക്ക സഭയുടെ സാമൂഹിക ശുശ്രൂഷ വിഭാഗമായ കാരിത്താസ് ഇന്ത്യയുടെ പിന്തുണയോടെ സംഘടിപ്പിച്ച കാർഷിക മേളയിൽ കാർഷിക വിളകളുടെ പ്രദർശനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം, വിവിധ സെമിനാറുകൾ, സാംസ്കാരിക മത്സരങ്ങൾ, വിവിധ ഇനം സ്റ്റാളുകൾ, ഔഷധ സസ്യങ്ങളുടെ പ്രദർശനം, പൗരാണിക കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം, വിവിധ കലാപരിപാടികൾ, പൊതുസമ്മേളനം എന്നിവ ഉണ്ടായിരുന്നു. പിറവം മാം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച കാർഷിക മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. സമ്മേളനത്തിൽ PSWS ഡയറക്ടർ ഫാദർ തോമസ് വാലുമേൽ അധ്യക്ഷനായിരുന്നു. ഫാദർ ജോസഫ് പാണ്ഡ്യമാക്കിൽ, ഫാദർ ജോസ് വടക്കേക്കുറ്റ്, ഫാദർ ജോസഫ് ചക്കാലക്കൽ, ഷിജി ഗോപകുമാർ, ജോസഫ് ബാബു, പ്രിയദർശിനി S, അന്നമ്മ ഡോമി, ബിജു തറമടം, സുഷമ രവീന്ദ്രൻ, മേഴ്സി ബാബു, ജോയ് മടിക്കാങ്കൽ, പോൾസൺ KF തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്രീയമായ ജൈവ കൃഷി രീതികൾ, ഉറവിട മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും കാർഷിക മേളയോടനുബന്ധിച്ച് ക്രമീകരിച്ചിരുന്നു. നമ്മുടെ എറണാകുളത്ത് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ കോർപ്പറേഷൻ അതിർത്തിയിൽ കുറെ വികസനങ്ങൾ നടക്കുന്നു എന്നുള്ളത് നോക്കി മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് കാർഷിക രംഗത്ത് ഉണ്ടാകുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ ജനങ്ങൾ ഭൂരിപക്ഷവും ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. കേരളെങ്ങും കേരള നാട് നമ്മൾ പാട്ടുകളിലും പാടുന്നുണ്ട്. അതൊരുപക്ഷെ നമ്മളുടെ കാർഷിക സംസ്കാരത്തിന്റെ മഹിമ വിളിച്ചോതുന്ന അവസരങ്ങളായിരുന്നു അതൊക്കെ. ഇന്ന് അതിന് കുറെയെങ്കിലുമൊക്കെ അപജയം സംഭവിച്ചു എന്ന് നമ്മളൊക്കെ സമ്മതിക്കുന്ന കാര്യവുമാണ്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. പാലാ രൂപതയുടെ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ അധ്യക്ഷത വഹിച്ചു. കാരിത്താസ് ഇന്ത്യയുടെ സൗത്ത് ഏഷ്യ NRM പ്രോജക്ട് കൺസൾട്ടന്റ് ഡോക്ടർ VR ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാബുക്ക് ജേക്കബ്, ബീന ജെയിംസ്, നബാർഡ് ജില്ലാ മാനേജർ വേണു S മേനോൻ, ഫാദർ തോമസ് വാലുമേൽ, ഫാദർ സെബാസ്റ്റ്യൻ പുത്തൂർ, PJ വർക്കി, ഫാദർ ജോസഫ് കൊച്ചുമുറി, PV രാധാകൃഷ്ണൻ, ഡാൻഡീസ് കൂനാനിക്കൽ, സിബി കണിയമ്പടി, ഷൈനി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ജൈവ കാർഷിക സംരംഭകർക്കുള്ള പലിശരഹിത വായ്പയും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും സമ്മേളന മധ്യേ വിതരണം ചെയ്തു. പിറവം, കാക്കൂർ, മുളക്കുളം, തിരുമാറാടി, വടകര, കൂത്താട്ടുകുളം, മുത്താലപുരം, ജോസ്ഗിരി, സേവ്യർപുരം, മരങ്ങോലി, ശാന്തിപുരം, ഇലഞ്ഞി, പെരിയപ്പുറം എന്നീ സ്വാശ്രയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്വാഗത സംഘ കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. പൂർണ്ണമായ തോതിൽ കറിവേപ്പിലേക്ക് പോലും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വോൾവോ ബസിന്റെ ലഗേജ് കമ്പാർട്ട്മെന്റിലെ നമ്മൾ ആശ്രയിക്കുന്നത്. അത് വന്നില്ലെങ്കിൽ കറിവേപ്പില പോലും എത്താത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ വരെ ഉണ്ടായിക്കൊണ്ടിരുന്ന സാധാരണ
തരത്തിലുള്ള പച്ചക്കറികൾ പോലും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് പട്ടണങ്ങൾ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും അത് മാറി മാറി പോകുന്ന സാഹചര്യമുണ്ട്. പിറവം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാർഷിക മേഖലയ്ക്ക് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു നയപരിപാടിയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ട ഡോക്ടർ VR ഹരിദാസിനോട് സംസാരിച്ച് പറയുകയുണ്ടായി, ഹോർട്ടികോർപ്പിന്റെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഏകദേശം 15,000 എണ്ണം പിറവത്ത് വിതരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. കോൺഗ്രസിന്റെ 128ാമത് ജന്മദിനം പൊതി പിയാത്ത ഭവനിൽ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. KPCC മെമ്പർ അഡ്വക്കേറ്റ് VV സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. തോമസ് സക്കറിയാസ് ട്രസ്റ്റ് സെക്രട്ടറി PG ഷാജിമോൻ അധ്യക്ഷനായിരുന്നു. PT ജെയിംസ്, KV കരുണാകരൻ, സിയാദ് ബഷീർ, ജോസഫ് കൊച്ചുപറമ്പ്, ഗോപികൃഷ്ണൻ, അജിത് എന്നിവർ പങ്കെടുത്തു. നാമത്തിൽ എന്നെ ശല്യം ചെയ്യുന്ന എല്ലാ പൈശാചികളും യേശുവിന്റെ കുരിശിൻ ചോട്ടിൽ പോവുക. യേശുവിന്റെ കുരിശിൻ ചോട്ടിൽ ഞാൻ ബന്ധിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ അധികാരമുള്ള നാമത്തിൽ എന്നെ ശല്യം ചെയ്യുന്ന എല്ലാ പൈശാചികളും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എനിക്ക് പൂർണ്ണമായും വിടുതൽ ലഭിക്കും. NCP രാഷ്ട്രീയ വിശദീകരണ യോഗം വെള്ളൂർ HNL പമ്പ് ഹൗസിൽ നടന്നു. മോഹനൻ ചെറുകര അധ്യക്ഷനായിരുന്നു. ഉഴവൂർ വിജയൻ, മാണി സി കാപ്പൻ, TV ബേബി, സുഭാഷ് പുഞ്ചങ്കോട്ടിൽ, ലിസി ജോയ്, MV രാജു, MG പരമേശ്വരൻ, MA റോയ്, AS ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. ഏകാധിപത്യ CPയിൽ ലയിക്കുകയുണ്ടായി. അതിനുശേഷം 3 മാസത്തിനുള്ളിൽ നടന്ന രൂപയോളം കടം എഴുതിത്തള്ളുവാൻ മുൻകൈയെടുത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1840 കോടി രൂപയുടെ കുട്ടനാട് പാക്കേജും 1150 കോടി രൂപയുടെ ഇടുക്കി പാക്കേജും 840 കോടി രൂപയുടെ വയനാട് പാക്കേജും ഈ 3 പാക്കേജുകൾ കേരളത്തിന് വേണ്ടി തന്നു. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പാക്കേജുകളുടെ പേര് പറഞ്ഞ് ഒട്ടുപിടിച്ച UDF ഗവൺമെന്റ് ഈ പാക്കേജുകൾ നടപ്പിലാക്കുവാൻ യാതൊരു സന്മനസ്സും കാണിച്ചില്ല എന്നതാണ് സത്യം. തലയോലപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപന കർമ്മം KANJIT MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. അപ്പച്ചൻ, തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലീനമ്മ ജോർജ്, കടുത്തുരുത്തി ക്ഷീരവികസന ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷീരകർഷക മേഖലയിലുള്ള പ്രതിസന്ധി ജോസ് സൂചികയുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ക്ഷീരകർഷകൻ ജോലി ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന വേതനം അല്ലെങ്കിൽ ആനുകൂല്യം എന്ത് എന്ന് നല്ല ബോധ്യമുണ്ട് അവർക്ക്. വളരെ കുറച്ച് വരുമാനമാണ് അതിന് കിട്ടുന്നത്. പക്ഷേ ഒരു കല്യാണത്തിനോ ഒരു മരണത്തിനോ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ ക്ഷീരകർഷകർ എല്ലാ ദിവസവും ഈ തൊഴുത്തിലും പശുവിന്റെ അടുത്തുമായ ജീവിതം നശിപ്പിക്കുന്നു. KSEB വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വൈക്കം ഡിവിഷൻ കേന്ദ്രത്തിൽ ധർണ സംഘടിപ്പിച്ചു. തസ്തികകൾ അനുവദിക്കുക, ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ നിയമനവും പ്രമോഷനും നടത്തുക, ക്ലെയിംസ് യഥാസമയം വിവേചനമില്ലാതെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CATU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PM പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. TT രജിത് മോൻ അധ്യക്ഷനായിരുന്നു. ഡിവിഷൻ സെക്രട്ടറി PK അജയകുമാർ, MC രാജു തുടങ്ങിയവർ സംസാരിച്ചു. 13 ഡീസലിന് 10 രൂപ ഉടൻ കൂട്ടിയിരിക്കണം എന്നല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി അണ്ടർ പ്രൈസ്ഡ് ആണെന്നാണ് പറയുന്നത്. അതായത് രാജ്യാന്തര വൈദ്യുതി വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും കുറവാണ് വില. അതുകൊണ്ട് വില അടിയന്തരമായിട്ട് കൂട്ടി സബ്സിഡി ഇല്ലാതാക്കി ഈ നാട് കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന് തന്നെ പവർ സർവേ, ഇപ്പൊ 18ാം പവർ സർവേ ഒക്കെ പറയുന്ന എല്ലാ സംസ്ഥാനത്തെയും വൈദ്യുതി ആവശ്യം സംബന്ധിച്ച് അവരുടെ പവർ സർവേ നടത്താറുണ്ട് അവർ. പിറവത്ത് പെൻഷൻ സംരക്ഷണ കൂട്ടായ്മ നടന്നു. സാമൂഹ്യ സുരക്ഷയെ തകർക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, നിയമന നിരോധനം പിൻവലിക്കുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനുവരി 8 മുതൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നതിന്റെ ഭാഗമായി പെൻഷൻകാരും വിവിധ വിഭാഗം ജീവനക്കാരും പൊതുജനങ്ങളും പങ്കെടുത്ത കൂട്ടായ്മ പിറവം മിനി സിവിൽ സ്റ്റേഷനിൽ നടന്നു. പെൻഷൻ സംഘടനാ നേതാവ് CT ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KK സജീവ് സ്വാഗതം പറഞ്ഞു. CPIM ഏരിയ സെക്രട്ടറി AM ചാക്കോ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK സതീശൻ വിഷയാവതരണം നടത്തി. ഇലിയാസ് മാത്യു, EV ജോർജ്, KP രതീശൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. KK തമ്പി, PN സോമൻ, പ്രിൻസ് തുടങ്ങിയവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. മൊത്തം സർവീസ് തന്നെ അവർ കണക്കാക്കുന്നത്.
അത് ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അതിനുള്ള തയ്യാറെടുപ്പ് ഡൽഹിയിലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുവെ സർക്കാർ സർവീസ് എന്നത് അത്ര ഭംഗിയല്ല എന്ന അഭിപ്രായമാണ് ഇന്ത്യ ഗവൺമെന്റിനുള്ളത്. അതിനാവശ്യമായ തയ്യാറെടുപ്പ് ലോക സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. രജത ജൂബിലിയുടെ നിറവിൽ ജോസ് അച്ഛൻ. പൗരോഹിത്യ ജീവിതത്തിന്റെ 25 വർഷങ്ങൾ പിന്നിട്ട ജോസ് ചക്കാലക്കൽ അച്ഛന്റെ രജത ജൂബിലി ആഘോഷം പിറവം ഹോളി കിങ്സ് ചർച്ചിൽ നടന്നു. ഇതിന്റെ ഭാഗമായി പള്ളിയിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ചക്കാലക്കൽ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. വിവിധ പള്ളികളിലെ പുരോഹിതന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ഹോളി കിങ്സ് വികാരി ഫാദർ ജേക്കബ് കുറുപ്പിനകത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ MLA മോൻസ് ജോസഫ്, പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാമുക്ക ജേക്കബ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിരവധി വിശ്വാസികളും ഇടവക അംഗങ്ങളും ജോസച്ചന് ആശംസകൾ അർപ്പിച്ചു. എന്റെ കഴിവിനാലല്ല, അവന്റെ കൃപയാലാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജോസച്ചനെ കുറിച്ച് പറയുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമാണുള്ളത്. ജോസച്ചൻ താമരക്കാട് പള്ളിയിലെ വികാരിച്ചനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. നേരത്തെ പ്രിയപ്പെട്ട KM മാണി സാറിൻ്റെ അനുഗ്രഹാശിസോടുകൂടി ആ പ്രദേശങ്ങളെല്ലാം ആയിരുന്നെങ്കിൽ ഇന്ന് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് താമരക്കാട് പള്ളി വികാരിച്ചൻ എന്ന നിലയിൽ അച്ഛൻ്റെ എല്ലാ അനുഗ്രഹാശിസുകളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ എല്ലാവർക്കും ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള, എല്ലാവരോടും ഏറ്റവും സ്നേഹമായി പെരുമാറുന്ന, ഏറ്റവും നല്ല വ്യക്തിത്വം എന്ന നിലയിലുള്ള സവിശേഷത അച്ഛൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തിന്റെ 2ാമത് വാർഷികത്തിന്റെ ഭാഗമായി തിരുവാതിര സംഗീതോത്സവം നടന്നു. സംഗീതോത്സവത്തിന്റെ ഭാഗമായി വൈക്കം മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഡബിൾ വീണ കച്ചേരി ശ്രദ്ധേയമായി. അയ്യർ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന കച്ചേരിയിൽ ഐമനൻ ചന്ദ്രകുമാർ മൃദംഗവും തൃപ്പൂണിത്തുറ കണ്ണൻ ഘടവും വായിച്ചു. വാർത്തകൾ വീണ്ടും. അഗ്രിമ ഫെസ്റ്റ് 2012 കാർഷിക മേള പിറവത്ത് നടന്നു. കോൺഗ്രസിന്റെ 128ാമത് ജന്മദിനം പൊതി പിയാത്ത ഭവനിൽ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. NCP രാഷ്ട്രീയ വിശദീകരണ യോഗം വെള്ളൂർ HNL പമ്പ് ഹൌസിൽ നടന്നു. കരേലപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപന കർമ്മം MLA നിർവഹിച്ചു. CTV ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.